നമസ്കാരം, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നൊരു വ്ളോഗായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. നമ്മൾ അബുദാബിയിലെ ബാബ്സ് ടെമ്പിളിലേക്കാണ് കേട്ടോ പോകുന്നത്. ടെമ്പിള് നമ്മൾ അബുദാബി ദുബായ് റൂട്ടിലെ അൽ അജ്ബാൻ എക്സിറ്റ്, അങ്ങനെ എക്സിറ്റ് എടുത്തിട്ടാണ് കേട്ടോ നമ്മൾ ടെമ്പിളിലേക്ക് പോകുന്നത്. ടെമ്പിളിൻ്റെ ലോങ് വ്യൂ നമുക്ക് കാണാൻ ദൂരയിൽ നിന്ന് തന്നെ കാണാൻ പറ്റുന്നുണ്ട്. നല്ല സന്തോഷമായിരുന്നു കേട്ടോ ടെമ്പിൾ ദൂരയിൽ നിന്ന് ഇങ്ങനെ കണ്ടപ്പോൾ. പിന്നെ ടാക്സി സർവീസൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. നമുക്ക് കാറ് പാർക്ക് ചെയ്യുന്ന ഏരിയയിലേക്ക് പോകാം. ഫ്രൈഡേ ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു. അമ്പലത്തിൻ്റെ അകത്തേക്ക് പോകാനായിട്ട് നമുക്ക് സെക്യൂരിറ്റി ചെക്കിൻ ഉണ്ട് കേട്ടോ. അപ്പം അങ്ങോട്ടേക്കാണ് ഞങ്ങൾ പോകുന്നത്. ഇനി സെക്യൂരിറ്റി ചെക്കിൻ കഴിഞ്ഞിട്ട് നമുക്ക് അകത്തേക്ക് കയറാൻ പറ്റുള്ളൂ. അവിടെ നമുക്ക് ക്യാമറ ഒന്നും അലൗഡ് അല്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ചെക്കിനൊക്കെ കഴിഞ്ഞ് നമ്മൾ അകത്ത് കയറി. അപ്പോൾ അത് അവിടെ ഇങ്ങനെ ഇതുപോലെ പല ലാംഗ്വേജസിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നടന്ന അമ്പലത്തിലേക്ക് അകത്തേക്ക് പോകണം. അപ്പോൾ ടെമ്പിളിലേക്ക് പോകുന്ന വഴി നിറയെ നല്ല നല്ല കാഴ്ചകളാണ് കേട്ടോ. നല്ല വാട്ടർ ഫൗണ്ടെയിൻസൊക്കെ ഉണ്ട്. ഫുൾ വാട്ടറാണ് ഫ്രണ്ടിൽ. പിന്നെ ചെറിയ ചെറിയ വാട്ടർ ഫൗണ്ടെയിൻസൊക്കെ ഉണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. നല്ല പോസിറ്റീവ് ഫീലിംഗ് ആട്ടോ. നമുക്ക് അവിടെ ചെല്ലുമ്പോൾ തന്നെ അത് നന്നായിട്ട് ഫീൽ ചെയ്യും. പിന്നെ നമുക്ക് ചെരുപ്പൊക്കെ സൂക്ഷിക്കാനായിട്ട് ഷൂ ഹൗസ് ഉണ്ട്. അപ്പോൾ അവിടെ കയറി ചെരുപ്പ് വയ്ക്കാം. നല്ല വെൽ ഓർഗനൈസ്ഡ് ആണ് അവിടെയൊക്കെ. പിന്നെ റെസ്റ്റ് റൂമുണ്ട് അതിൻ്റെ ഓപ്പോസിറ്റ് തന്നെ. അപ്പോൾ നല്ല സൗകര്യമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി ടെമ്പിളിലേക്ക് അകത്ത് കയറി പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ മുകളിൽ കയറി കഴിഞ്ഞപ്പോൾ ഇതാണ് കേട്ടോ വ്യൂ. ടെമ്പിളിൻ്റെ അകത്തേക്ക് നമുക്ക് ഫോട്ടോസ് എടുക്കാനൊന്നും പറ്റില്ല, വീഡിയോസൊന്നും എടുക്കാൻ പറ്റില്ല. നമുക്ക് അകത്ത് കയറി പ്രാർത്ഥിക്കാം. കുറച്ച് സമയം നമ്മൾ അവിടെ നിന്ന് പ്രാർത്ഥിച്ചു. എന്നിട്ടാണ് കേട്ടോ ടെമ്പിളിൽ നിന്ന് ഇറങ്ങിയത്. പിന്നെ നമ്മളവിടെ കണ്ട നല്ല ഭംഗിയുള്ള കുറേ കാഴ്ചകളൊക്കെ ഉണ്ട്. നല്ല നിറയെ കൊത്തുപണികളാണ് കേട്ടോ. നല്ല ഭംഗിയാണ്. അകമാണെങ്കിലും ടെമ്പിളിൻ്റെ അകത്താണെങ്കിലും വളരെ മനോഹരമാണ് കേട്ടോ കാണാനായിട്ട്. പിന്നെ ഞങ്ങൾ പ്രാർത്ഥിച്ച് തൊഴുതിറങ്ങുകയാണ് കേട്ടോ. പിന്നെ നമ്മൾ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തു. ഇതേപോലെ കുറേ മണികൾ ഇങ്ങനെ അവിടെ ഹാങ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നിറയെ മണി മുഴക്കാണ് കേട്ടോ. കാരണം എന്താ വെച്ചാൽ എല്ലാവരും മണി അടിച്ചിട്ട് ഭയങ്കര ഒരു പോസിറ്റീവ് ഫീലിംഗ് തന്നെയാണ്. നൈറ്റിലുള്ള വ്യൂ ഇതാണ്. ഒരു 7:30 മണിയൊക്കെ ആയപ്പോഴേക്കുള്ള വ്യൂ ആണ് കേട്ടോ ഇത്. ഭയങ്കരമായിട്ട് ലൈറ്റൊക്കെ ഓണായിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. അപ്പം നമ്മൾ അവിടെ കുറച്ച് നേരം അങ്ങനെ സ്പെൻഡ് ചെയ്തു കേട്ടോ. ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സൊക്കെ കണ്ട് ഇങ്ങനെ നിന്നു. പിന്നെ അവിടെ ഷോപ്പിംഗ് ഏരിയ ഉണ്ട്. അവിടെ കുറച്ച് ഇങ്ങനെ ഗിഫ്റ്റ് പോലുള്ള ഐറ്റംസ് അങ്ങനെ എല്ലാം ഉണ്ട്. അപ്പോൾ അവിടെ നമ്മൾ അധികം നേരം ഒന്നും നിന്നില്ല കേട്ടോ. ഷോപ്പിംഗ് ഏരിയ ഉണ്ട്. പിന്നെ ഫുഡ് കോർട്ട് ഉണ്ട്. ഫുഡ് കോർട്ടിൽ കയറിയിട്ട് ഒരു ചായ കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് ഫുഡ് കോർട്ടിൽ കയറി. അവിടെയും എല്ലാ ഐറ്റംസും നോർത്ത് ഇന്ത്യൻ ഐറ്റംസാണ് കേട്ടോ. ഫുഡ് ഐറ്റംസാണ് കൂടുതൽ. പിന്നെ സ്വീറ്റ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അവിടെ നിന്നും കുറച്ച് നേരം അവിടെയും ഇരുന്ന് ചായയൊക്കെ കുടിച്ചിട്ടാണ് പോയത്. പിന്നെ അവിടെ നിന്ന് നമ്മൾ പ്രസാദം വാങ്ങിക്കാനുള്ള ക്യൂവിലേക്കാണ് കേട്ടോ പോയത്. അപ്പോൾ ഇത് പ്രസാദം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന ക്യൂ ആണ്. അപ്പോൾ അങ്ങനെ പ്രസാദം കിട്ടി. അത് റൈസിൻ്റെ റൈറ്റായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഇത് കഴിഞ്ഞപ്പോൾ നമ്മൾ എക്സിറ്റ് ആവാണ്. അപ്പോൾ നമ്മളങ്ങനെ പുറത്തിറങ്ങിയുള്ള ടെമ്പിളിൻ്റെ വ്യൂ ആണ് കേട്ടോ ഇത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കാഴ്ചകൾ. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.